ഇങ്ങനെ നമ്മളെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കുറച്ച് ആഡ് ചെയ്യണം. അതിൻ്റെയാണ് കല്ലുപ്പ് നമ്മൾ കുഴച്ചൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേയായി ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ട് ഇപ്പം കുറച്ച് പിഴവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഓക്കെ, നമ്മളെ കല്ലുപ്പ്, അതേപോലെ തന്നെ പറങ്കിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ നല്ല കുഴച്ച് ഒന്ന് മിക്സ് ചെയ്യണം ചിക്കൻ. ഇനി കുറച്ച് പ്രിപ്പറേഷൻ കൂടെ എനിക്കുണ്ട്. തക്കാളി, ഉള്ളി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അരിയാനുണ്ട്. അരിഞ്ഞൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം ഇത് തൽക്കാലത്തിനും കുഴച്ച് വെച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ആഡ് ചെയ്ത് വെക്കും. ചിക്കനാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ എടുത്ത് മാറ്റുന്നുണ്ട്. അതേപോലെ തക്കാളി, ഇഞ്ചി, പറങ്കി, ഉള്ളി, നമ്മൾ ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളെ അഭിഷേക് പറഞ്ഞ പോലെ ചിക്കൻ കറി ഏകദേശം അതൊന്ന് റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഇനി ഒരു 3 വിസിൽ നമുക്ക് കുക്കറിൽ അടിക്കാനുണ്ട്. അതും കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ചിക്കൻ മസാല ഒക്കെ ഇട്ട് ഒന്ന് പ്രിപ്പറേഷൻ കൂടി ഒന്നും കൂടി ചെയ്യാനുള്ളത്. അത് ബാക്കി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം കാണാം. നമ്മളെ ചിക്കൻ കറിയെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൽ ചിക്കൻ മസാല കൂടി കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാറുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം ചിക്കൻ കറി റെഡിയാവും. ഓക്കെ.